എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അസർബൈജാൻ സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് എൻ്റെ യാത്ര അസർബൈജാനിലെ അതിമനോഹരമായ ഒരു സ്ഥലം. കൂടുതൽ ആരും ചെയ്യാത്ത ഒരു വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണേണ്ടതാണ്. അസർബൈജാനിലെ മഡ് വോൾക്കാനോസ്. നമ്മൾ അഗ്നിപർവ്വതങ്ങൾ എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതൊരു വെറൈറ്റി ഒരു സംഭവമാണ്. അതായത് അഗ്നിപർവ്വതത്തിൽ നിന്ന് ലാവ വരുമ്പോൾ തീയല്ല വരുന്നത്, ഇത് ഒരു മണ്ണ് ചളി പുറന്തള്ളുന്ന ഒരു പർവ്വതം. അതാണ് മഡ് വോൾക്കാനോസ്. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. എല്ലാവർക്കും സ്വാഗതം. അസർബൈജാൻ എന്ന രാജ്യത്ത് ഒരുപാട് മഡ് വോൾക്കാനോസ് ഉണ്ട്. പക്ഷെ ഞാനിന്ന് പോകുന്നത് അസർബൈജാനിലെ ഗോബുസ്ഥാൻ എന്ന സ്ഥലത്തുള്ള മഡ് വോൾക്കാനോ കാണാനാണ്. അത് ഏകദേശം ബാക്കുവിൽ നിന്നും 1.5 മണിക്കൂറോളം യാത്ര ചെയ്താലാണ് ഈ സ്ഥലത്ത് എത്തിപ്പെടുന്നത്. ഏകദേശം 100 കിലോമീറ്ററോളം യാത്ര ചെയ്യണം. ഞങ്ങൾ കബാലയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് ഈ ഗോബുസ്ഥാൻ മഡ് വോൾക്കാനോ കാണാൻ പോയത്. ഞങ്ങളെല്ലാവരും അവിടെ ഗോബുസ്ഥാനിലെത്തി. അവിടെ ബസ് അവിടെ വെച്ചു. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് വേറെ വണ്ടിയിലാണ് പോകുന്നത്. അവിടെ ഒരുപാട് കാറുകളുണ്ട്, 4 വീലുകളുണ്ട്. അവരിങ്ങനെ സർവീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ടിക്കറ്റ് എടുക്കണം. ആ വണ്ടിക്ക് ചാർജ് ഉണ്ട്. 5 പേരാണ് ഒരു വണ്ടിയിലിരിക്കുക. അങ്ങനെ ഞങ്ങൾ 5 പേരായിട്ട് ഒരു വണ്ടിയിൽ കയറി പോകുന്ന കുറച്ച് ദൂരം യാത്ര ചെയ്യണം മഡ് വോൾക്കാനോൻ്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട്. പക്ഷെ ആ പോകുന്ന റൂട്ടാണെങ്കിൽ അതിസാഹസികമായ റൂട്ടാണ്. ഇവരാണെങ്കിൽ ഡ്രൈവേഴ്സ് ഓടിക്കുന്നതാണെങ്കിൽ ഭയങ്കര സ്പീഡിലാണ് ഈ വണ്ടി ഓടിക്കുന്നത്. ആ റോഡുകളൊക്കെ ഒരു കുഴികളൊക്കെ ചേർന്നതാണ്. എനിക്ക് തോന്നുന്നു അവിടുത്തെ മണ്ണിനും അതേ ഒരു പ്രത്യേകതയുണ്ട്. ഒരു ചളി നിറഞ്ഞ മണ്ണാണ് ആ ഭാഗത്തൊക്കെ കാണുന്നത്. ആ മഡ് വോൾക്കാനോൻ്റെ ഏരിയ ആയതുകൊണ്ടായിരിക്കാം അവിടുത്തെ മണ്ണിനൊരു പ്രത്യേകതയുണ്ട്. റോഡൊക്കെ ഒരു ചളി പോലെയാണ് തോന്നുന്നത്. പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്ത റോഡാണ്. പക്ഷേ കുഴികളൊക്കെ ഉണ്ട്. പക്ഷേ ഇവർക്ക് അതൊന്നും വിഷയമല്ല. അങ്ങനത്തെ പോക്കാണ് ഇവർ പോകുന്നത്. വണ്ടികളാണെങ്കിലെല്ലാം ജാമ്പവാൻ്റെ കാലത്തുള്ള വണ്ടികളാണ്, പഴയ വണ്ടികൾ. ഞാൻ പോയത് ഒരു ബെൻസിലാണ്. ബെൻസൊക്കെ ഇങ്ങനെ പോകുന്നത് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. അതുപോലത്തെ പോക്കാണ് പോയത്. നിങ്ങൾക്ക് കാണാം ഒരുപാട് റൂട്ടുകളുണ്ട് അവിടത്തേക്ക്. കാരണം വെച്ചാൽ എല്ലാവരും മത്സരിച്ച് ഓടുക. ഒരു സമയമുണ്ട് നമുക്ക് അവിടെ എത്തി 15 മിനിറ്റ് നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം. തിരിച്ച് ആ വണ്ടിയിൽ ഇങ്ങോട്ടേക്ക് തന്നെ വരും. അപ്പോൾ നമുക്ക് ആ ഒരു 15 മിനിറ്റ് നമുക്ക് അവിടെ ടൈം കിട്ടും, 15-20 മിനിറ്റ്. അപ്പോൾ അവർ വിളിക്കും. അപ്പോൾ നമ്മൾ തിരിച്ച് പോകണം. അപ്പോൾ അവർക്ക് അടുത്ത ടൂറിസ്റ്റുകളെ വീണ്ടും അങ്ങോട്ടേക്ക് കൊണ്ടുപോകണമല്ലോ. അവർക്ക് ഇതാണല്ലോ ജോലി. അതുകൊണ്ടായിരിക്കും ആ ഒരു സമയത്ത് അവർ നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്നത്. ഞാൻ ഒമാനിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് അവിടുത്തെ സ്ഥലങ്ങൾ ഏകദേശം ഒമാനുമായിട്ട് സാമ്യം തോന്നി മലകളൊക്കെ കണ്ടപ്പോൾ. നല്ലൊരു മല തന്നെയാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ടോപ്പിലാണ് ഈ വോൾക്കാനോ ഉള്ളത്. അപ്പോൾ പക്ഷേ മഡ് വോൾക്കാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിക്കടിയിൽ നിന്നും ഗ്യാസിൻ്റെ പ്രഷർ മുകളിലേക്ക് വരുന്നതാണ്. ഗ്യാസ് വരുന്നത് തന്നെയാണ്, മണ്ണിനെ തള്ളിയിട്ട് വരുന്നതാണ്. ചില സമയങ്ങളിൽ അതിൽ നമ്മൾ കത്തിക്കുകയാണെങ്കിൽ തീ വരും. മെയിൻലി അസർബൈജാൻ ഒരുപാട് തീയുള്ള സ്ഥലങ്ങളുണ്ട്. ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു, ഫയർ മൗണ്ടൻ. അതും ഇതേപോലെയാണ്. ഗ്യാസ് പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അവിടെ കത്തിക്കൊണ്ടേയിരിക്കുകയാണ് എപ്പോഴും. ഇതും അതേപോലെ തന്നെയാണ്. പക്ഷേ ഗ്യാസ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല, കത്തുന്നില്ല. അത് ഭൂമിയുടെ അടിയിൽ നിന്ന് മുകളിലേക്ക് പ്രഷറിൽ വരുന്നു. അപ്പോൾ ആ ചളി ഇങ്ങനെ പൊങ്ങി വരുന്നു. അതാണ് മഡ് വോൾക്കാനോ. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ മുകളിലെത്തി. ഒരു ചെറിയൊരു 2 കയറ്റം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ സ്ഥലത്ത് എത്തിയത്.
ഇവിടെ കാണാം ഒരുപാട് ചെറിയ ചെറിയ മലകൾ, മൺകൂനകൾ പോലെ ഒരു മലയായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. അത് പ്ലെയിൻ സ്ഥലമാണ്. അത് ഈ വോൾക്കാനോ മണ്ണ് ഇങ്ങനെ ചളി വന്ന് 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 ഒരു മലയായി മാറിയതാണ്. ഒരുപാട് സ്ഥലമുണ്ട്. എല്ലാ മലയിൽ നിന്നും വരുന്നൊന്നുമില്ല ചളി, ചില സ്ഥലങ്ങളിൽ നിന്ന് നല്ലോണം വരുന്നുണ്ട്. ഇത് കാണാൻ പറ്റും, ഇങ്ങനെ ഒലിച്ച് വരുന്നതാണ്ടോ ചളി, അങ്ങനെ പൊട്ടി വരുന്നതാ ചളി. ദൂരെയൊക്കെ മുഴുവനായിട്ടുണ്ട്, ഒരുപാട് സ്ഥലത്തുണ്ട്. എവിടെയൊക്കെ വന്ന് അതിങ്ങനെ ഇപ്പം വരുന്നില്ല, ഉള്ളിലുണ്ടാവാം, അത് കാണുന്നില്ല പുറത്തേക്ക്. അടുത്ത സ്ഥലത്ത് നമ്മൾ പോയി നോക്കി, അവിടെ കാണാൻ പറ്റി. അവിടെ ഇങ്ങനെ ഒരു വലിയൊരു കുഴി പോലെയായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ തിളച്ച് വെള്ളം തിളക്കുന്നവരെ ഇങ്ങനെ തിളക്കുക. ചളി തിളക്കുന്നതല്ല, അത് പ്രഷർ, ഗ്യാസിൻ്റെ പ്രഷർ കൊണ്ട് മുകളിലേക്ക് ഇങ്ങനെ തള്ളുന്നതാണ്. കൂടുതൽ പ്രഷർ വരുമ്പോൾ അതങ്ങനെ ഒലിച്ചങ്ങ് പോകും പുറത്തേക്ക്. അവിടുന്ന് ഈ ചളി കുപ്പിയിലാക്കിയിട്ട് കൊണ്ടുപോകുന്നുണ്ട് ആൾക്കാർ. ചളി ഈ സ്കിൻ ഡിസീസസിനൊക്കെ നല്ലതാണെന്ന് പറയുന്നു. ഈ നമ്മുടെ നീരൊക്കെ ഉണ്ടാവില്ലേ ബോഡിയിൽ, നീര്, അതേപോലെ സ്കിന്നിനുണ്ടാകുന്ന ഡിസീസസ്, ഇതിനൊക്കെ നല്ലതാണെന്ന് പറയുന്നു. ചിലരൊക്കെ കയ്യിലും മുഖത്തൊക്കെ തേച്ചിട്ട് പോകുന്ന കാണാം. നമുക്ക് അവിടുന്ന് എടുക്കാൻ ഡ്രൈവറോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെടുത്ത് തരും. അവർക്ക് ചെറിയൊരു കാശ് കൊടുത്താൽ മതി, അവർ കുപ്പിയിലെടുത്ത് തരും. അല്ലാതെ നമുക്ക് അതൊന്നും എടുക്കാനുള്ള റൈറ്റില്ല. അങ്ങനെ തിളച്ച് വരുന്നുണ്ട് പ്രഷർ. അതിങ്ങനെ പൊട്ടി മുഴുവനായിട്ട് വരും. അത് കണ്ടോ? ഇതിലൊരു അത്ഭുതമാണെന്ന് പറയാം അല്ലേ. ഞാൻ ആദ്യമായിട്ട് കണ്ട ഒരു സംഭവമാണ്. എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെയൊരു സംഭവം ഉള്ളത്. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്കൊരു വലിയൊരു അത്ഭുതമായിട്ട് തോന്നി. കുറേ ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞത് അപ്പുറത്തൊരു മലയിൽ നിന്ന് അങ്ങനെ പൊട്ടി വന്നിട്ടുണ്ട് ഒരുപാട്. അങ്ങനെ അങ്ങോട്ടേക്ക് ഓടി. ശരിക്കും തിളക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കാണാൻ വേണ്ടി. പക്ഷെ അതിന് ചൂടില്ല, അതാണ് അതിൻ്റെ പ്രത്യേകത. മഡ് വോൾക്കാനോ തണുപ്പാണ്, ചൂടല്ല. കാരണം വെച്ചാൽ ഇതിൽ തീയുടെ ഒന്നുമില്ല, അടിയിൽ നിന്നുള്ള പ്രഷറിൽ പൊങ്ങുന്നതാണ്. നമ്മുടെ വോൾക്കാനോ പോലെയല്ല. അഗ്നിപർവ്വതമാണെങ്കിൽ നമുക്ക് ചൂടാണല്ലോ, ഇതിന് അങ്ങനെയല്ല, തണുപ്പാണ്. അതിൻ്റെ അടുത്തൊരു മലയിൽ പെട്ടെന്ന് നമ്മളിവിടെ നിൽക്കുമ്പോൾ അങ്ങോട്ട് നല്ലോണം പൊട്ടിയിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി. നമ്മൾ അങ്ങോട്ട് എല്ലാവരും പോയി. അപ്പോൾ കാണാം, അത് ആ മലയിടുന്ന് ഇതിപ്പം ഒലിച്ച് വന്നതാണ്. കണ്ടോ? നല്ല ചളി ഇങ്ങനെ നനവ് കാണാം. ഇതാ 2-3 മിനിറ്റേ ഉള്ളൂ അത് പൊട്ടിയിട്ട്. അപ്പോൾ അത് കാണാൻ പോയി. പക്ഷേ എങ്കിൽ അത് നമ്മൾ നേരത്തെ കണ്ട അത്രയില്ല, എന്നാലും ചെറുതാണ്. പക്ഷെ നല്ലോണം അത് പുറത്തേക്ക് പോയിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, നമ്മൾ ശ്രദ്ധിച്ചില്ല. പിന്നെ ആ കുന്നിൻ്റെ മുകളിൽ കയറാനും നല്ല ബുദ്ധിമുട്ടാണ്. സ്ലിപ്പായി താഴോട്ടേക്ക് തന്നെ വരും. നല്ല ഷൂവെല്ലാം ഇട്ടിട്ട് തന്നെ പോകണം. പിന്നെ നല്ല തണുത്ത കാറ്റുമാണ് അവിടെ, നല്ല കാറ്റാണ്. ഇതാണത്. ഇതേപോലെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് അവിടെ. തിളച്ച് വരുവാന്നേ പറയുന്നു, പക്ഷെ അതിന് തണുപ്പാണ്, ചൂടില്ല. നമുക്ക് തിളക്കുന്ന മാതിരി തോന്നും, അതുകൊണ്ട് തിളച്ച് വരുന്നെന്ന് പറയുന്നു. എന്നാലും ഇതൊരു വെറൈറ്റി സംഭവം തന്നെയായിരുന്നു. അസർബൈജാൻ വിസിറ്റിൽ എനിക്ക് ഒരു വെറൈറ്റി ആയി തോന്നിയൊരു സ്ഥലമാണിത്. അതേപോലെ തന്നെ നമ്മുടെ ഫയർ മൗണ്ടനും ഒരു പ്രത്യേകതയുള്ളൊരു സ്ഥലം തന്നെയാണ്. ഇനി ഒരു ഫയർ ടെമ്പിളും കൂടി വരുന്നുണ്ട്. അടുത്ത വീഡിയോ ഫയർ ടെമ്പിളിൻ്റെ ആയിരിക്കും.
അങ്ങനെ ഒരുപാട് തീയുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്ഥലങ്ങളുള്ളതുകൊണ്ട് അസർബൈജാൻ ലാൻഡ് ഓഫ് ഫയർ എന്ന് പറയുന്നത്. ഇതാണ് ആ ഏരിയ മുഴുവനായിട്ടും. ഒരുപാട് ചെറിയ ചെറിയ കുന്നുകൾ, അതൊക്കെ ഇങ്ങനെ വന്നതാണ്. അങ്ങനെ നമ്മൾ സമയം കഴിഞ്ഞു, ഒരു 15-20 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഡ്രൈവർ വിളിച്ചു, നമ്മളെ കാറിൽ തിരിച്ച് താഴോട്ടേക്ക് പോയി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാരണം വെച്ചാൽ ഒരു വെറൈറ്റി വീഡിയോ ആണല്ലോ. എല്ലാവരും ഈ ഒരു സംഭവം കാണാത്തതായിരിക്കും, മഡ് വോൾക്കാനോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. Stay tuned my channel. Bye bye. Thank you for watching.